നിങ്ങൾക്കറിയുന്നതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് വളരെ ഭേദപ്പെട്ട പോളിംഗ് എന്ന റിപ്പോർട്ടുകൾ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് വരുന്നു. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 64.73% പോളിംഗ്. കൂടുതൽ പേർ വോട്ട് ചെയ്തത് കണ്ണൂരിലും, ഏറ്റവും കുറവ് പൊന്നാനി മണ്ഡലത്തിലും. ഉച്ചവെയിലിൻ്റെ കാഠിന്യം പോളിംഗ് ബൂത്തിലേക്കുള്ള വോട്ടേഴ്സിൻ്റെ ഒഴുക്കിനെ ബാധിച്ചെങ്കിലും അവസാന മണിക്കൂറിൽ ബൂത്തുകളിലെല്ലാം വോട്ടർമാർ എത്തിച്ചേർന്നു. സന്തോഷം. പലയിടത്തും EVM-ന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ വോട്ടെടുപ്പിനെ ബാധിച്ചു. വോട്ടിംഗ് സമയം അവസാനിച്ചിട്ടും ഇപ്പോഴും പല നിയോജക മണ്ഡലങ്ങളിലും വിവിധ ബൂത്തുകളിൽ വോട്ടേഴ്സിന്റെ നീണ്ട നിര. ആദ്യം വടകരയിലേക്ക് നമ്മൾ പോകുന്നു. ദീപക് തരമണം തത്സമയം ചേരുന്നു. ദീപക്, എന്തൊക്കെയാണ് വിവരങ്ങൾ? രണ്ട് ബൂത്തുകളിലാണ്. ഏതാണ്ട് ഒരു ഉത്സവപ്പറമ്പ് പോലെ എന്ന് പറയാം നമുക്ക്. അത്രമേൽ തിരക്കാണ്. 6 മണിക്ക് തന്നെ നമ്മുടെ രാജേഷ് വെള്ളരി കൊണ്ട് ഒന്ന് പാൻ ചെയ്താൽ പുറകിലെ ഗേറ്റ് പോലീസ് അടച്ചത് കാണാം. 6 മണിക്ക് തന്നെ പോലീസ് ഗേറ്റ് അടച്ചു കഴിഞ്ഞു. ഇനി ഇങ്ങോട്ടേക്ക് ആർക്കും വോട്ട് ചെയ്യാൻ കടക്കാൻ പറ്റില്ല. എന്നാൽ ഈ അകത്തുള്ള വോട്ടർമാരുടെ എണ്ണം നോക്കിയാൽ നമുക്ക് ഏതാണ്ട് ഒരു ഉത്സവ തിരക്ക് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതാ രാജേഷ് വെള്ളരി കൊണ്ട് ഒന്നുകൂടി പാൻ ചെയ്താൽ ആണ് മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നവരാണ് ഏറെ പേരും. നമ്മളിതിൽ പലരെയും നേരത്തെയും കണ്ടാണ്. എത്ര നേരമായി ചേച്ചി കാത്തു? 3 മണിക്കൂർ. എത്ര നേരമായി? 1 മണിക്കൂർ. 3 മണിക്കൂർ. ഇതാണ് അവസ്ഥ. ഇതാണ് നമ്മൾ ക്യൂ ഒന്ന് നോക്കാം. പോലീസ് കനത്ത സുരക്ഷാ ക്രമീകരണമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പുറത്ത് ഈ വോട്ടെടുപ്പ് കാണാൻ വേണ്ടി ജനം ദേശീയപാതയിൽ കാത്തു നിൽക്കുന്ന കാഴ്ച നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇതാ പാലത്തിന് മുകളിൽ ജനം കൂട്ടമായി ഈ വോട്ടെടുപ്പ് ഉത്സവം ആഘോഷമാക്കി കാണുന്നതിൻ്റെ കാഴ്ചകളാണ്. SKN വടകര മണ്ഡലത്തിൽ പൊതുവിലുള്ള സാഹചര്യം ഇതാണ്. ഒരുപക്ഷെ റെക്കോർഡ് പോളിംഗിലേക്ക് പോകാം. കഴിഞ്ഞ പ്രാവശ്യം 82% കടന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വടകര മണ്ഡലത്തിൻ്റെ പല ഭാഗത്ത് നമ്മൾ പോയ സമയത്തും ഇതാണ് ദൃശ്യങ്ങളുടെ അവസ്ഥ. ഏതാണ്ട് 100 കണക്കിന് ആളുകൾ 6 മണിക്ക് വോട്ടിംഗ് സമയം കഴിഞ്ഞിട്ടും വോട്ട് ചെയ്യാൻ വേണ്ടി, ജനാധിപത്യ ഉത്സവത്തിൽ പങ്കാളികളാവാൻ, പൗരധർമ്മം നിർവഹിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന കാഴ്ചകളാണ്. സ്ത്രീകളുണ്ട്, ഏറെ പേർ പുരുഷന്മാരുമുണ്ട് ഈ കൂട്ടത്തിൽ. SKN ഒരു കാര്യം തീർച്ച, വടകരയിലെ ഞാൻ കഴിഞ്ഞ രാവിലെയൊക്കെ പറഞ്ഞ പോലെ കളരി പരമ്പര ദേവതകളാണ് സത്യം. അംഗം വടകരയിലാണ്. അത്രമേൽ തിരക്കാണ് വോട്ടെടുപ്പ് കേന്ദ്രത്തിൽ. SKN ദീപക് തരമണം, ഈ കളരി പരമ്പര ഇപ്പോഴും വിട്ടിട്ടില്ലേ? ഞാൻ വിചാരിച്ചത് വിട്ട് കളഞ്ഞു രാവിലെ തന്നെ അല്ലേ? നന്നായി. വിടരുത്. എനിക്ക് തോന്നുന്നു മാത്രമല്ല ഈ കുരുക്കളുടെയൊക്കെ നാട്ടിലല്ലേ. അതെ 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 അതെ. അപ്പൊ വിജയകുമാർ, നമ്മൾ ഇനി എങ്ങോട്ട്? ഇനിയിപ്പോൾ തിരുവനന്തപുരത്തും നമുക്ക് തുടങ്ങാം. അവിടെ ഷഫീദ് റാവുത്തർ തയ്യാറായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. തിരുവനന്തപുരത്തും അവിടെ പൊതുവെയുള്ള ചിത്രം എങ്ങനെയായിരുന്നു വിജയകുമാർ? ഇപ്പോഴും ഈ തീരദേശ മേഖലയിൽ ഞാൻ പോയി കഴിഞ്ഞു. SKN നേരത്തെ ഒരു ഭീമപ്പള്ളിയിലെ ദൃശ്യങ്ങൾ കണ്ടു. അവിടെ ഒരു 200, 250, 300 ആളുകൾ അവിടെ ഉണ്ട്. അപ്പൊ ഷഫീദ് റാവുത്തർ പറയട്ടെ. ഷഫീദ് റാവുത്തർ, ഓവർ ടു യു. വെരി ഗുഡ് മോർണിംഗ് SKN. നമുക്ക് ഒട്ടും പ്രഡിക്ട് ചെയ്യാൻ കഴിയാത്ത പിടിതരാത്തൊരു തരം പോളിംഗ് പാറ്റേൺ എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. സംസ്ഥാനത്ത് 67.27 ആണ് പോളിംഗ് ശതമാനം എന്നുള്ളത് ആ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. അതാണ് ഏറ്റവും ഒടുവിൽ 6:10 വിവരമാണ് ഏറ്റവും ഒടുവിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ളത്. ഇനി മണ്ഡലം തിരിച്ച് തിരുവനന്തപുരത്തെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് 64.40 ഒരു സെക്കൻഡ്. തൃശ്ശൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി തത്സമയം ഇല്ല എന്ന താഴെത്തട്ടിൽ നിന്ന് അവർക്ക് കൃത്യമായ സൂചന കിട്ടിയത് കൊണ്ട് മാത്രമാണ് അവരത് പറയുന്നത്. എന്തുകൊണ്ടാണ്? ആ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പരമ്പരാഗതമായിട്ട് കോൺഗ്രസ് കിട്ടിക്കൊണ്ടിരുന്ന മതേതരവാദികളായിട്ടുള്ള കോൺഗ്രസിനെ വിശ്വസിക്കുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ കോൺഗ്രസിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് ഇപ്പൊ പറയുന്നതാണ് ബി ജെ പിയും സ്വന്തം പാർട്ടിക്കകത്തുള്ള ഇവിടെ മത്സരിച്ച പത്മജ വേണുഗോപാലിനെ BJP-യിലേക്ക് പോകുന്നതിൽ നിന്ന് രക്ഷിക്കാൻ കഴിയാത്ത മാന്യന്മാരാണ് ഇവിടെ വന്ന് CPM-ഉം BJP-യും തമ്മിൽ അലയൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായിട്ടോ? ഇതൊക്കെ നാട്ടിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇതുവരെ ഇലക്ഷൻ മുമ്പ് പറഞ്ഞിട്ടില്ല ഈ കാര്യങ്ങളൊന്നും. ഇലക്ഷൻ ശേഷം പറയുന്നത് ഞങ്ങളുടെ മാന്യത കൊണ്ടാണ്, അതായത് രാഷ്ട്രീയ മാന്യത കൊണ്ട് പറയാതിരുന്നതാണ്. നമ്മൾ പറഞ്ഞില്ലല്ലോ ഇതുവരെ. 6 മണിക്ക് ശേഷമാണ് ഞാൻ പറയുന്നത്. സ്വന്തം പാർട്ടിക്കകത്തുള്ള, ഞാൻ വ്യക്തിപരമായിട്ടുള്ള പറയും, സ്വന്തം പാർട്ടിക്കകത്തുള്ള ആളുകൾ BJP-യിലേക്ക് പോകുമ്പോൾ രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടോ? AK ആന്റണിയുടെ മകൻ BJP-യിലേക്ക് പോയപ്പോൾ ആ AK ആന്റണിയുടെ മകനെ തിരിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? AK ആന്റണിയുടെ മകൻ ഇന്ന് വോട്ട് ചെയ്യാൻ പോയത് AK ആന്റണിയുടെയും ഭാര്യയുടെയും കാല് തൊട്ട് വന്നിച്ച ശേഷമാണ്. അനുഗ്രഹം കൊടുത്തു വിട്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇവിടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ BJP-ക്കാർ കോൺഗ്രസ്സുകാർ പറയുന്നത് എന്തിന്? ഇടതുപക്ഷത്തിലെ പാർട്ടികൾ തമ്മിൽ BJP അന്തർധാര ഉണ്ടാക്കിയിരിക്കുന്നു എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയം എവിടെയാണ് ഡൈജസ്റ്റ് ചെയ്യുന്നത്? രണ്ടാമത്തെ കാര്യം, എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കി. സുനിൽകുമാറാണ് തത്സമയം സംസാരിച്ചത്. ഇനി വീണ്ടും ഷഫീദ് റാവുത്തറിലേക്ക്. ഷഫീദ്, എന്താണ് അവിടുത്തെ അവസ്ഥ? എന്താണ് വിവരങ്ങൾ പറയും?
ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ തീരദേശ മേഖലയിലെ ഒരു പോളിംഗ് ബൂത്തിലാണ്. അതായത് ഗവൺമെന്റ് UPS ഭീമാപ്പള്ളി. ഇവിടെ ഇപ്പോഴും നമുക്ക് തിരക്ക് കാണാം. ഇപ്പോഴും ആളുകൾ ക്യൂ നിൽക്കുന്നത് കാണാം. കൃത്യം 6 മണിക്ക് തന്നെ പോളിംഗ് സ്റ്റേഷനിലേക്കുള്ള ഗേറ്റുകൾ അടച്ചുപൂട്ടി. അതിനുശേഷവും ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുന്ന കാഴ്ച നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് തീരദേശ മേഖലയിലെ വോട്ടുകൾ വളരെയധികം നിർണായകമാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആ പോളിംഗ് പാറ്റേൺ ആയിരിക്കാം ഒരുപക്ഷേ തിരഞ്ഞെടുപ്പിന്റെ ഗതി തന്നെ നിശ്ചയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുറച്ചധികം നേരമായി ആളുകളെല്ലാം തന്നെ ഇവിടെ കാത്തു നിൽക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതേസമയം നഗരമേഖലയിൽ പൂർണ്ണമായും ഏതാണ്ട് വൈകിട്ട് 5:30 കാര്യങ്ങൾ ഈ ഒരു ശൂന്യമായ അവസ്ഥയിലായിരുന്നു. ആളുകളൊക്കെ രാവിലെ തന്നെ വന്ന് വോട്ട് ചെയ്ത് നമ്മൾ കണ്ടതാണ്. മലയോര മേഖലയിലും കാര്യമായ ക്യൂ ഉണ്ട്. മാത്രവുമല്ല തിരുവനന്തപുരത്തെ മറ്റു ചില സ്ഥലങ്ങളിലും കാര്യമായ ക്യൂ. ശൈലജ ടീച്ചർ വടകരയിലെ ബൂത്തുകളിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ആളുകൾ വോട്ട് ചെയ്യാൻ ഇപ്പോഴും കാത്തു നിൽക്കുന്നുണ്ട്. അവിടെ ക്യൂ ആണ്. ലൈവ് വിഷ്വൽസ് ആണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഷവീദിന് തുടരാം. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിലെ ശ്രീകാര്യം ലയോള കോളേജ് ബൂത്ത്, അതേപോലെ തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കല്ലറ മുതുവിള പോളിംഗ് സ്റ്റേഷൻ ഇവിടെ അടക്കം 200-ലധികം ആളുകളുടെ നീണ്ട നിരയുണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഭീമാപ്പള്ളിയിലെ ബൂത്താണ്. അവിടെ ഈ രീതിയിലുള്ള ഒരു ആളുകളുടെ ഒരു ക്യൂ കാണാൻ സാധിക്കും. അതും നമ്മൾ സാധാരണഗതിയിൽ പതിവാണ് അത്തരത്തിലൊരു അവസാന ഘട്ടത്തിലെ ക്യൂ. അതും ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഷഫീദ് ഒരു നിമിഷം തുടരണം. സംസ്ഥാനത്തെ പുതിയ കണക്ക് വന്നിട്ടുണ്ട്. 67.27, അതായത് വൈകിട്ട് 6:10 വന്ന കണക്കാണ്. ഔദ്യോഗികമായി വോട്ട് ചെയ്യുന്ന സമയം അവസാനിച്ചതിന് ശേഷമുള്ള കണക്ക് 67.27 ആണ്. അതിൽ തന്നെ ഏറ്റവും അധികം ആളുകൾ വോട്ട് ചെയ്തിരിക്കുന്നത് കണ്ണൂരാണ്. 71.54 അവിടുത്തെ കണക്ക്. തൊട്ടു പിന്നിൽ ആലപ്പുഴയുണ്ട് 70.90. കാസർഗോഡ് 70.37 ഉണ്ട്. അപ്പോൾ 3-4 മണ്ഡലം 70 കടന്നിട്ടുണ്ട് ഇപ്പോൾ. വിജയകുമാർ, ഞാനത് പെട്ടെന്നൊന്ന് വായിച്ചു വിട്ടാലോ? ഇതാണ് പോളിംഗ് ശതമാനം. സംസ്ഥാനത്ത് ആകെ 67.27%. മണ്ഡലം തിരിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. തിരുവനന്തപുരം 64.40, ആറ്റിങ്ങൽ 67.62, കൊല്ലം 65.33, പത്തനംതിട്ട 62.08, മാവേലിക്കര 64.27, ആലപ്പുഴ 70.90, കോട്ടയം 64.14, ഇടുക്കി 64.57, എറണാകുളം 65.53, ചാലക്കുടി 69.05, തൃശൂർ 68.51, പാലക്കാട് 69.45, ആലത്തൂർ 68.89, പൊന്നാനി 63.39, മലപ്പുറം 67.12, കോഴിക്കോട് 68.86, വയനാട് 69.69, വടകര 69.04, കണ്ണൂർ 71.54, കാസർഗോഡ് 70.37. കാസർഗോഡ് തൊട്ട് പിന്നിലുണ്ടല്ലോ വിജയകുമാർ. ഓക്കെ, അപ്പൊ ഇതാണ് അവസ്ഥ. അതുപോലെ വെളിയനാട്ടിൽ നിന്ന് ഒരു ചെറിയ അക്രമത്തിന്റെ വാർത്ത വന്നിരിക്കുന്നു. വെളിയനാട് നോർത്ത് 19-20 ബൂത്തിന് സമീപം CPIM പ്രവർത്തകരായ 2 പേർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു എന്ന വാർത്ത വരുന്നു. രാമചന്ദ്രനും മണിക്കുട്ടനും തമ്മിലാണ് സംഘർഷം ഉണ്ടായത്. മണിക്കുട്ടൻ മഴുകൊണ്ട് രാമചന്ദ്രന്റെ തോളിൽ വെട്ടി. പരിക്ക് ഗുരുതരമല്ല. പരിക്കേറ്റ ആളെ രാമങ്കരി പോലീസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മണിക്കുട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത വരുന്നുണ്ട്. വ്യക്തിവിരോധമാണ് ഈ സംഭവത്തിന് പിന്നിലെന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ സൂചന. ഷബീദ്, താങ്കൾക്ക് തുടരാം. ഷബീദ് റാവുത്തർ. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പോളിംഗ് പാറ്റേൺ ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്ന സ്റ്റേറ്റ് വൈഡ് ആണെങ്കിലും തിരുവനന്തപുരത്തെയും പോളിംഗ് പാറ്റേൺ ആർക്കും പിടിതരുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നമ്മൾ എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഏറ്റവും നിർണായകമായി മാറാൻ പോകുന്ന കോവളം, അതായത് കോൺഗ്രസിന് MLA ഉള്ള നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന് MLA ഉള്ള കോവളത്ത് 65.28% പോളിംഗും, നേമത്ത്, അതായത് സ്വാഭാവികം BJPയുടെ ഒരു ശക്തി കേന്ദ്രമായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം വ്യാഖ്യാനിക്കപ്പെട്ട ഒരു സ്ഥലമാണ്. ആ നേമത്ത് 62.68% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നഗരമേഖലയിലാണ് ഏറ്റവും കുറവ് പോളിംഗ് തിരുവനന്തപുരം മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 54.34%. 5.4 കണക്ക് പ്രകാരം നമുക്ക് മണ്ഡലം തിരിച്ച് പറയാൻ കഴിയുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം എങ്ങനെ ചിന്തിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ ഒരു പ്രഡിക്ഷനും പറയാൻ കഴിയില്ല. ഈ മുൻകാലങ്ങളിലെ കാര്യങ്ങളടക്കം പരിശോധിച്ച് നോക്കുമ്പോഴും കമ്പയർ ചെയ്യാൻ കഴിയില്ല. അതേസമയം തീരദേശ മേഖലയിൽ ക്യൂ ഇങ്ങനെ നീളുകയാണ്. അവരുടെ വോട്ടിംഗ് ഇപ്പോൾ ഗേറ്റ് പൂട്ടി, അകത്ത് ആൾക്കാരുണ്ട്. ടോക്കൺ എടുത്തവർക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യം അത് തുടരുന്നു. ആ രീതിയിൽ പോകുന്നു തിരുവനന്തപുരത്തെ തിരഞ്ഞെടുപ്പ് കാഴ്ചകൾ. ഷഫീദ്, ശരി, നമുക്ക് വളരെ വേഗത്തിൽ 6 മണിക്ക് ശേഷമുള്ള മണ്ഡലങ്ങളിലെ സാഹചര്യം പരിശോധിക്കാം. തൃശ്ശൂരിലേക്ക് പോകാം. കിടക്കപ്പായ നമുക്ക് വേണ്ട. ഓക്കെ, എങ്കിൽ പിന്നെ പൊറുതിമുട്ടി പറഞ്ഞോളൂ.